ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് LSS എക്സാമിന് വേണ്ടിയിട്ടുള്ള EVSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് പാർട്ട് 4 ആണ്. എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ മലയാളത്തിൽ കത്ത്, ഡയറി, പത്രവാർത്ത, നോട്ടീസ്, കഥാരചന പരിചയക്കുറിപ്പ്, കവിതാരചന പരിചയക്കുറിപ്പ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നൽകിയിട്ടുണ്ട്. മക്കൾ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1930. 2. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്ന്? ആൻസർ സബർമതി ആശ്രമത്തിൽ നിന്ന്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത? ആൻസർ സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. 6. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസഫ് അലി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. 9. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 10. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സുഭാഷ് ചന്ദ്രബോസ്. 11. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാര്? ബാലഗംഗാധര തിലക്. നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലക്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്ന്? 1942. 15. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. 16. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആര്? ആൻസർ ഭഗത് സിംഗ്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചതെന്ന്? ആൻസർ 1897. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച സംഘടനയുടെ പേരെന്ത്? ഫോർവേഡ് ബ്ലോക്ക്. 19. തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ധീരവനിതയാര്? അക്കാമ ചെറിയാൻ. 19. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആര്? അക്കാമ ചെറിയാൻ. 21. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഇന്ത്യ വിടുക. 23. ചാച്ചാജി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. 24. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? 1917. 25. നിസ്സഹകരണ സമരം നടന്ന വർഷം ഏത്? 1920. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1930 മാർച്ച് 12. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്ന്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബർമതി ആശ്രമത്തിൽ നിന്ന്. അത് ഗുജറാത്തിലാണ് അല്ലേ. 29. കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ് നിയമന ലംഘനവുമായി ബന്ധപ്പെട്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. 30. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഓഗസ്റ്റ് പ്രസ്ഥാനം. ഭാരത് ചോഡോ ആന്തോളൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 31. മഹാത്മാഗാന്ധി ജനിച്ചതെന്ന്? 1869. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയതെന്ന്? 1915 ജനുവരി 9. ഭാരതീയ പ്രവാസി ദിനം എന്നാണ്? ജനുവരി 9. ഗാന്ധിജി മരിച്ചതെന്ന്? 1948 ജനുവരി 30. ജനുവരി 30 രക്തസാക്ഷി ദിനമാണ് അല്ലേ. അതും കൂടി മക്കളൊന്ന് നോട്ട് ചെയ്യണം. അതുപോലെ ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമാണ്. 35. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഏത്? ആൻസർ രാജ്ഘട്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതാര്? ഗാന്ധിജി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ.
38. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചതാര്? ആൻസർ നെഹ്റു. നൗജവാൻ ഭാരത സഭ സ്ഥാപിച്ചതാര്? ഭഗത് സിംഗ്. 40. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ അരുണ ആസഫ് അലി. 41. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ഡോക്ടർ BR അംബേദ്കർ. 43. ഭരണഘടനാ ദിനം എന്ന്? നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ദേശീയ ഗാനം രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷ. 47. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ആൻസർ റിപ്പബ്ലിക് ദിനം. 49. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ആരുടെ വാക്കുകളാണിത്? ആൻസർ ജവഹർലാൽ നെഹ്റുവിൻ്റെ. 50. ഇന്ത്യയിൽ നിലവിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28. 51. ഇന്ത്യയിൽ നിലവിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 54. ഏത് ഭാഷയിലാണ് ദേശീയഗാനം എഴുതപ്പെട്ടത്? ആൻസർ ബംഗാളി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. രവീന്ദ്രനാഥ ടാഗോർ 2 രാജ്യത്തിൻ്റെ ദേശീയഗാനം എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇന്ത്യയുടെയും ഒന്ന് ബംഗ്ലാദേശിൻ്റെയും. 55. ദേശീയഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ബഹുമാനപൂർവ്വം എഴുന്നേറ്റു നിൽക്കുക. ദേശീയഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എത്ര? 52 സെക്കൻഡ്. നമ്മുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യം ഏത്? ഇതിൻ്റെ അർത്ഥം എന്ത്? ആൻസർ സത്യമേവ ജയതേ. സത്യം വിജയിക്കട്ടെ. 58. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മുടെ ദേശീയ മൃഗം ഏത്? ആൻസർ കടുവ. 60. നമ്മുടെ ദേശീയ പക്ഷി ഏത്? മയിൽ. ദേശീയ പുഷ്പം താമര. ദേശീയ നദി ഗംഗാ നദി. നമ്മുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. 64. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച നൃത്തരൂപം ഏത്? ആൻസർ ഭരതനാട്യം. 65. ലോക അഹിംസാ ദിനം എന്ന്? ഒക്ടോബർ 2. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം? 1917. 67. നിസ്സഹകരണ സമരം നടന്ന വർഷം? 1920. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന വിവരം പ്രഖ്യാപിച്ച വ്യക്തി? ആൻസർ ജവഹർലാൽ നെഹ്റു. 69. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം? ദക്ഷിണാഫ്രിക്ക. 70. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. 71. ചേരുംപടി ചേർക്കുക. 1919 ഏപ്രിൽ 13. അന്ന് എന്താണ് നടന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1942 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അല്ലേ, സ്വാതന്ത്ര്യ ദിനം. 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനം. 1930 മാർച്ച് 12 ദണ്ഡി യാത്ര. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരികെ ഇന്ത്യയിലെത്തി. 72 പദസൂര്യൻ പൂർത്തിയാക്കാം. അതിൽ അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അതിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ.
അതുപോലെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ രണ്ടും എഴുതണം കേട്ടോ. ഇത് മക്കൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയതാണ് സംസ്ഥാനം, തലസ്ഥാനം, ഭാഷ. ഇതും പഠിച്ചു വെക്കണം. ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട് കണ്ടോ. 73ാമത്തെ ചോദ്യം, പട്ടിക പൂർത്തിയാക്കാം. സംസ്ഥാനത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇനി ഭാഷയുടെ പേര് നമ്മൾ എഴുതണം. ആന്ധ്രാപ്രദേശിൻ്റെ ഭാഷ ഏതാണ്? തെലുങ്കാണ്. മഹാരാഷ്ട്ര മറാത്തി. ഒഡീഷ ഒഡിയ. കേരളം, കേരളത്തിൻ്റെ ഭാഷ മലയാളം. തമിഴ്നാട് തമിഴ്. കർണാടക കന്നഡ. നാഗാലാൻഡിൻ്റെ ഭാഷ ഇംഗ്ലീഷ്. അതുപോലെ പഞ്ചാബ് പഞ്ചാബി. ഗോവ കൊങ്കണി. മക്കളെ ഇവിടെ സംസ്ഥാനം, തലസ്ഥാനം, ഭാഷ, കലാരൂപം നൽകിയിട്ടുണ്ട്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത് കേട്ടോ. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ അല്ല, ഇപ്പോൾ ശ്രീവിജയപുരമാണ് കേട്ടോ. മക്കൾക്ക് ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.